ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയേക്കാളും പൊറോട്ടയെക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ലെയറോട് കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ 1.5 കപ്പ് മൈദ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊന്ന് എന്താ പറയുക ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർക്കാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കൈ വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലതും മൈദയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അതിൻ്റെ ശേഷം ഞാനിതാ 1 കപ്പ് നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ഡോ ആക്കിയിട്ടെടുക്കണം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനൊരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിൻ്റെ ശേഷമാണ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിൻ്റെ ശേഷം ഞാനിതൊന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു മാവ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതാ കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഡോ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ചൊരു മീഡിയം സൈസുള്ള ബോൾസുകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. വളരെ ചെറുതും വലുതും എടുക്കണ്ട, ഒരു മീഡിയം സൈസുള്ളത് മാത്രം എടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ട് മേലൊക്കെ ഒന്ന് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് മൈദ അടിയിൽ തൂവി കൊടുത്തതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രമാത്രം തിന്നായിട്ട് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതാ അതൊന്ന് മടക്കിയിട്ടെടുക്കുക. ഒരുപാട് ലെയറോട് കൂടിയിട്ട് വേണം നമ്മളിതൊന്ന് മടക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എത്രമാത്രം തിന്നായിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് അത്രമാത്രം തിന്നായിട്ട് പരത്തിയിട്ടെടുക്കുക. ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡാക്കുക. എന്നിട്ട് മൈദ ഒന്ന് തൂവി കൊടുക്കുക. കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതാ മടക്കിയിട്ടെടുക്കുക. ലാസ്റ്റത്തെ ആ 2 ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് മടക്കി കൊടുക്കുക. വീണ്ടും ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഓയിലാക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതാ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ഭാഗം കൂടി മടക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ലെയറോട് കൂടിയിട്ടാണ് ഇതുള്ളത്. ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലൊന്ന് റെഡിയാക്കി വെച്ച ആ ഒരു എന്താ പറയുക അത് ഫസ്റ്റിലെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു പലകയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഇനി ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മളത് മെല്ലെ വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ലോയിലിട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വേഗം തന്നെ ഇതൊന്ന് വേവായിട്ട് കിട്ടും. ഒരുപാട് ലെയറുകൾ ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഭാഗം വേഗത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അതിന് ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊറോട്ട നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ബൈ.